കൊല്ലവർഷം 1200 ആണ്ട് തുലാമാസം 1 തീയതി മുതൽ 30 വരെയുള്ള, അതായത് 2024 ഒക്ടോബർ 17 മുതൽ നവംബർ 15 വരെയുള്ള കർക്കിടകക്കൂറിൽ ഉൾപ്പെട്ട പുണർദം കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ തുലാമാസ നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ നക്ഷത്ര ജാതകർക്ക് സർവേശ്വരകാരകനായ വ്യാഴൻ 11-ൽ സ്ഥിതി ചെയ്യുന്നതിനാൽ എല്ലാ കാര്യങ്ങൾക്കും ദൈവാധീനം വന്നു ചേരുമെങ്കിലും ചില ഗ്രഹങ്ങളുടെ സ്വാധീനക്കുറവ് മൂലം ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഫലം അല്പതാമസത്തോടു കൂടി മാത്രമേ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുകയുള്ളൂ. പുതിയ ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കുകയും അവയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കുകയും കാലിലുണ്ടായിരുന്ന രോഗങ്ങൾ മാറുകയും സഹായിയായി വരുന്നവരിൽ നിന്നും അനുകൂലാവസ്ഥയും വീട് പണിയിൽ മുടക്കവും വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിക്കാം. പ്രസംഗത്തിലും കവിതാരചനയിലും പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നില്ല. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും അവയിൽ വിജയം കണ്ടെത്തുകയും ചെയ്യും. പല വ്യക്തികളോടും ആരാധന തോന്നുന്ന ഒരു കാലഘട്ടവുമാണ് ഇക്കാലഘട്ടം. അഭിനേതാക്കൾക്ക് അഭിനയത്തിൽ പ്രശസ്തി കൈവരിക്കുവാൻ കഴിയുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും കാലം അനുകൂലം. സ്വന്തം ഗൃഹത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കുകയും ഈ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ദേഹത്തിന് ക്ഷീണമുണ്ടാകുവാനും സാധ്യതയേറുന്നു. തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിന് കാലം അനുകൂലമാണെങ്കിലും ഇടവിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുന്നു. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്രകൾക്ക് മുടക്കമുണ്ടാകുകയും പല തീർത്ഥാടന യാത്രകൾ പോകുകയും അതുവഴി പലവിധ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും. ഭാര്യ ഭർത്താക്കന്മാർക്ക് ശമ്പള വർധനവ് ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. ഗൃഹ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുവാൻ സാധ്യത കൂടുതലാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് താമസ തടസ്സവും പുതിയ പ്രേമബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുകയും പുതിയ വാഹനങ്ങൾ വാങ്ങിയാൽ അതിന് കേടുപാടുകൾ വരുവാനും സാധ്യതയുണ്ട്. പരിഹാരമായി ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവന് മൃത്യുഞ്ജയാർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും ഉത്തമമാകുന്നു.